ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് ചെയ്യാൻ പോകുന്നത് ബീൻസും ചെമ്മീനും വെച്ചിട്ടുള്ള ഒരു ഉലർത്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ ബീൻസും ചെമ്മീനുമാണ് ഇതിനകത്ത് ഹൈലൈറ്റ് ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് പച്ചമുളക്, പിന്നെ വരുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇത്ര ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് പൊടികൾ മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക് പൊടി, ഗരം മസാല, ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമ്മൾ വഴി ആഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് തന്നെ ബീൻസ് കഴുകി വൃത്തിയാക്കി നമ്മളത് കട്ട് ചെയ്ത് വെക്കുകയാണ്. ഇത് കണ്ടോ, ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ്. പിന്നെ അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീൻ, അതായത് വലിയ നാരൻ ചെമ്മീൻ തന്നെ എടുത്താൽ നല്ലത്. കാര്യം എന്ന് വെച്ചാൽ ചെറുതാകുമ്പോഴത്തേക്കും കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനേക്കാളും നല്ലത് വലുതെടുക്കുന്നതാണ്. അപ്പോൾ ഈ ചട്ടിയിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഈ ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുത്തു. ഇത് കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ബീൻസ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പച്ചമുളക്, ഇതാണ് മെയിനായിട്ട് വരുന്നത് നമുക്ക് ആഡ് ചെയ്യാനായിട്ട്. അത്ര ഐറ്റംസ് മതി. പിന്നെ നമ്മൾ ചെമ്മീനിലേക്ക് തന്നെ പോവുകയാണ്. ചെമ്മീനിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ആവിയിൽ കൊണ്ട് തന്നെ നമുക്ക് ചെമ്മീൻ റെഡിയായി കിട്ടും. ആ ഒരു വേവ് മതി. ഇതുണ്ടോ, ഉപ്പും കൂടി ആഡ് ചെയ്തതിന് ശേഷം അതൊന്ന് മൂടി വെച്ചിട്ട് നല്ല ഒരുവിധം തിള വന്നം, അതായത് എന്ന് വെച്ചാൽ കറക്റ്റ് വേവ്, ചെമ്മീൻ പെട്ടെന്ന് ആവുകയും ചെയ്യും. അതുണ്ടോ, ഈ പാത്രത്തേക്ക് തുറന്ന് നോക്കുമ്പോൾ തന്നെ കറക്റ്റ് കണ്ടോ, ആ ഒരു തിള വരുമ്പോൾ തന്നെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ തന്നെ അത് വെന്തിട്ടുണ്ട്. ഇത്ര വേവ് മതി. എന്നിട്ട് ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ മാറ്റി വയ്ക്കും. വെള്ളം സെപ്പറേറ്റും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെമ്മീനും അതിലേക്ക് മാറ്റി വയ്ക്കും. പിന്നെ ചെമ്മീൻ അത് ചൂടാറിയതിന് ശേഷം ക്രഷ് ചെയ്തെടുക്കുകയാണ്. ജസ്റ്റ് ഒരു ക്രഷ് ചെയ്തെടുത്താൽ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് ചീനച്ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് കടുകിടുക. ഇത് കണ്ടോ, കടുകിട്ടതിന് ശേഷം ഈ ചെമ്മീൻ അതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ച ചെമ്മീനും പിന്നെ ഈ പച്ചമുളക് ഉണ്ടായിരുന്നു അതും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഗരം മസാലയാണ് ആഡ് ചെയ്യുന്നത്. ഗരം മസാല കുറച്ച് ആഡ് ചെയ്തിട്ട് നമ്മൾ അതും ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് അതെടുത്ത് മാറ്റി വയ്ക്കുക. അത് ലാസ്റ്റ് നമുക്ക് അതൊന്ന് ഇടേണ്ട പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാറ്റി വയ്ക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചീനച്ചട്ടിയിലേക്ക് ഇത് കണ്ടോ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം പച്ചമുളക് ആഡ് ചെയ്തു. പച്ചമുളക് ആഡ് ചെയ്തതിന് ശേഷം അതും ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇത് കണ്ടോ, ബീൻസ് ആ ഒരു ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ ചെമ്മീൻ വേവിച്ച വെള്ളമില്ലേ അത് നമ്മൾ ഈ ബീൻസിലേക്ക് ഇട്ട് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കണം. ബീൻസ് ഒന്ന് വേവുന്നത് വരെ, അതിൻ്റെ ഒരു പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് അടച്ച് വെച്ച് ഇതാക്കണം, വേവിക്കണം. അതിലേക്ക് നമ്മൾ കുറച്ചൊന്ന് വെള്ളം വേണം ബീൻസിൽ. ആ ഒരു ടൈം എത്തുമ്പോഴത്തേക്കും നമ്മൾ തേങ്ങയും പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. ചെമ്മീനും ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനാണ്. ഇപ്പോൾ നമ്മളത് സെറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെടുത്ത് അതും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ട് ഇങ്ങനെ പൊക്കി ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് വേപ്പില അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് പിന്നെ കുറച്ച് ഉപ്പ്, അത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ നേരത്തെ ഇത്തിരി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തു.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പറാണ്. എല്ലാവരും മസ്റ്റ്